നമ്മുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടി തീരാറായിട്ടുണ്ട്. അത് കാരണം ഞാനപ്പോൾ പുതിയ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചത് ഇപ്രകാരം തയ്യാറാക്കിയ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ വീട്ടിലെ തന്നെ പറമ്പിലുണ്ടായ മഞ്ഞൾ ഞാൻ പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ദിവസത്തെ പകൽ മുഴുവൻ നന്നായിട്ട് വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഇപ്രകാരം ചെറിയതായിട്ട് അരിയുക. തീരെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണങ്ങാൻ എളുപ്പമാണ്. 4-5 വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ധാരാളം ഉണ്ടെങ്കിൽ മില്ലിൽ പൊടിപ്പിക്കുക എന്തെങ്കിലും ചെയ്യാം. മിക്സിയിൽ പൊടിച്ചാലും നന്നായിട്ട് കിട്ടും. ഇപ്രകാരം തയ്യാറാക്കുന്ന മഞ്ഞൾപ്പൊടി വളരെ ഔഷധ ഗുണമുള്ളതാണ്. കാരണം ഇതിൽ നിന്ന് നമ്മൾ പുഴുങ്ങിയല്ല ഈ മഞ്ഞൾ ഉണക്കുന്നത്, പച്ചയ്ക്ക് തന്നെയാണ് മഞ്ഞൾ ഉണക്കുന്നത്. അത് കാരണം അതിൻ്റെ കുക്കുമിൻ എന്ന പോഷക പദാർത്ഥമൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമുക്ക് മഞ്ഞൾപ്പൊടി വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണല്ലോ. എല്ലാ അടുക്കളയിലും നിർബന്ധമായി വേണ്ടുന്ന ഒരു സംഭവമാണ് മഞ്ഞൾപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ധാരാളം മായം ചേർക്കുന്നതായിട്ട് നമുക്ക് കണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണല്ലോ.